ഇവിടെ മനുഷ്യന് ആവശ്യമാകുന്ന സംവിധാനങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ ആരും തരുന്നില്ല, വേറെ ആരും തരില്ല. മനുഷ്യന് പ്രധാനമായും 3 ആവശ്യങ്ങളുള്ളത്. ഒന്ന് ഭക്ഷണം, ഒന്ന് വെള്ളം, ഒന്ന് വായു. ഭക്ഷണം, വെള്ളം, വായു. ഇവിടെ വായു അള്ളാഹു അല്ലാതെ ആരും തരുന്നില്ല. വേറെ ആരെങ്കിലും തരികയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് മടുക്കും. പൈസ കൊടുത്ത് ICUവിൽ കടന്നിട്ട് ഓക്സിജൻ ഒന്ന് മൂക്ക് തന്നോക്കണം, എത്ര റുപ്യ ബില്ലടക്കേണ്ടി വരും എന്നറിയാൻ. എന്നാൽ ഒറ്റ പൈസയും ബില്ലടിക്കാതെ വെറുതെ എങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ കയറിക്കോളും, ഒരു ചെലവില്ല. അള്ളാഹു ആരുടെയും സഹായമില്ല നമുക്ക് തരുന്നു. വെള്ളം അങ്ങനെ തന്നെയാണ്. ആകാശത്ത് നിന്ന് മഴ ഇങ്ങനെ പെയ്യണു, നമ്മളതിങ്ങനെ ഊറ്റിയെടുക്കുന്നു, നമ്മൾ കുടിക്കുന്നു, ഒരു നിയന്ത്രണമില്ല. ഒരു കുപ്പി ബോട്ടിൽ വെള്ളം പൈസ കൊടുത്ത് വാങ്ങി നോക്കണം, അപ്പം അറിയാം വെള്ളത്തിന് എത്ര വിലാന്ന്. നമുക്ക് ഇങ്ങനെ വെറുതെ കിട്ടിയിട്ട് നമുക്ക് മനസ്സിലാണില്ല. ഭക്ഷണം അള്ളാഹു തന്നെയാണ് തരുന്നത്, ഒരു തർക്കമില്ല. ഒരു ചെടി, ഇത് ചെടിയല്ല, വേറെ ഒരു ചെടി, ഇതെന്താ ഒരു ചെടി, ഒരു ചെടി ഇങ്ങനെ കുഴിച്ചിട്ട് അതിന്റെ നേരെയുള്ള വേര് അടിയിൽ പോയി വെള്ളമുള്ളോടത്ത് പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ഉണ്ട്. അല്ലല്ലാതെ വേറെ ആരും നിയന്ത്രിച്ചാലും നടക്കൂല. മനുഷ്യന്റെ നമുക്ക് കുറെ മനസ്സിലാക്കാലോ. ഒരു ചെടിയിൽ വെള്ളം വേരിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന് അതിന്റെ തണ്ടും കഴിഞ്ഞ് ഇലയിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ആകാശത്ത് നിന്ന് സൂര്യൻ നൽകുന്ന ജൈവോർജത്തെ അത് സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷണം തയ്യാർ ചെയ്തു തരുന്നത് സൂര്യനാണ്, വേറെ ആരുമല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സംവിധാനമല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നത് പല രൂപത്തിലാണെന്ന് മാത്രം. ഈ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ചാൽ അത് സിംഹത്തിന് കിട്ടുന്നത് മാനിലൂടെയാണ്, കാശ്മീരികൾക്ക് കിട്ടുന്നത് ആപ്പിളിലൂടെയാണ്, കൊളത്തൂക്കാർക്ക് കിട്ടുന്നത് പൂളക്കേങ്ങിലൂടെയാണ്. അങ്ങനെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ കോലത്തിലാണ് കിട്ടുന്നത് എന്ന് മാത്രം. സാധനം ഒന്ന് തന്നെയാണ്, വ്യത്യസ്ത രൂപത്തിലായിന്നേ ഉള്ളൂ. അള്ളയാണ് തരുന്നത്, വേറെ ആർക്കോ അതിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ പറയും നമ്മളാണ്. ഒരു ആറ്റം പോലും സ്വയമായി നിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അള്ള ഉണ്ടാക്കിയ ആറ്റങ്ങളെ സംയോജിപ്പിച്ച് ഭയങ്കര സംഭവമാണ് എന്ന് പറയാൻ മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനും അള്ളല്ലാത്ത ഒന്നും ചെയ്തു തരുന്നില്ല. മിഅ്റാജിന്റെ രാത്രി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ അടിമകളെ ഞാൻ ഹിസാബ് ചെയ്തോളാന്ന് പറഞ്ഞു. എന്റെ അടിമകളെ ഞാൻ ഹിസാബ് ചെയ്തോളാം. ആ സമയത്ത് അള്ളാഹ് ചോദിച്ചു, എന്താ നബി അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, ഒന്നുമല്ല റബ്ബേ, എന്റെ അടിമകളുടെ തെറ്റ് വേറെ ആരും അറിയണ്ട, എന്റെ ഉമ്മത്തികളുടെ തെറ്റ് വേറെ ആരും അറിയണ്ട, അത് ഞാൻ അറിഞ്ഞാൽ മതിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാണ് നബിയെ, എന്റെ അടിമകളെ ഞാൻ തന്നെ ഹിസാബ് ചെയ്യും. എന്റെ അടിമയുടെ തെറ്റ് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. അബ്ദിനോടുള്ള സ്നേഹത്തിൽ അള്ളാഹും റസൂലും തർക്കിച്ച ദിവസമാണ് മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. പിന്നെന്താ നമുക്ക് അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ? നമ്മൾ അങ്ങനെ സ്നേഹിക്കാൻ അള്ളാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു നമുക്ക്, എന്നിട്ട് അള്ളാഹുവിന്റെ അത്ര വാത്സല്യം നമ്മളോട് മറ്റാരോട്ട് കാണിക്കണില്ല. അള്ളാഹ്ക്ക് മാത്രമേ അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. വൃത്തികേട് മാത്രം ചെയ്തു, വേണ്ടാത്തത് മാത്രം ചെയ്തു, കള്ളുടിച്ചു, ചീട്ടടിച്ചു, വ്യഭിചരിച്ചു, നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കി, വാപ്പ ഒഴിവാക്കി, ഉമ്മ ഒഴിവാക്കി, ആരും വേണ്ടാന്ന് പറഞ്ഞു. നബിയെ നിങ്ങൾ പറയും, യാ ഇബാദിയല്ലദീന അസ്റഫു, തോന്നിവാസം ചെയ്ത് നടക്കുന്ന മനുഷ്യ, എന്റെ അടിമക്കുട്ടിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, വാപ്പി ഒന്നും ചെയ്തില്ല, അമ്മി ഒന്നും ചെയ്തില്ല, നാട്ടുകാരൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഒന്നും ചെയ്യൂലെന്ന് കരുതണ്ടട്ടോ, എന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശമുറിയണ്ട എന്ന് ഖുൽ, നബിയെ താങ്കൾ പറയൂ എന്നാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നമ്മളോട് ഇങ്ങനെ വാത്സല്യം കാണിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളാനും എല്ലാ വിഷയത്തിലും ഇലാഹിയായ ചിന്തയോടുകൂടെ മാത്രം മുന്നോട്ട് പോകാനും നമുക്ക് സാധ്യമാണെങ്കിൽ വിജയിക്കാൻ പറ്റും. തവക്കുൽ എന്നൊന്നും പറഞ്ഞത് നമ്മൾ പ്രസംഗിച്ചോണ്ടൊന്നും കാര്യമില്ല, നമ്മളെ എടുത്തിട്ട് വേണം.